ബിഗ് ബോസ് വീട്ടിൽ ഇന്ന് കടുത്ത അനീതി തന്നെയാണ് അനീഷിനോടും അതേപോലെ തന്നെ ശൈത്യനോടും നൂറേനോടും ആദിലനോടൊക്കെ ബിഗ് ബോസ് കുടുംബങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് മിഡ് വീക്ക് എവിക്ഷൻ്റെ മൂന്നാമത്തെ ടാസ്ക്കാണ് ബിഗ് ബോസ് വീട്ടിൽ നടന്നിരുന്നത്. മിഡ് വീക്ക് എവിക്ഷനിലുള്ള ആൾക്കാരെ സഹായിക്കുന്ന ആൾക്കാർ ഡാൻസ് ചെയ്യുക എന്നതായിരുന്നു ടാസ്ക്. അതിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് പെർഫോമൻസ് കാഴ്ചവെക്കണം. ഒപ്പം ചിരിപ്പിക്കുന്ന എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞു. ബിഗ് ബോസ് കൊടുത്ത പാട്ട് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ശാരികേൻ്റെ ടീം അതിൽ നിന്ന് ഔട്ടാവുകയാണ്. ബിഗ് ബോസ് കൊടുത്ത പാട്ടല്ല അവർ ചൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവർ ആ ടാസ്കിൽ നിന്നും പുറത്തുപോയി. അതിനുശേഷം 1 മുതൽ 5 സ്ഥാനം വരെ തീരുമാനിക്കാൻ ബിഗ് ബോസ് പറഞ്ഞത് ഈ മിഡ് വീക്ക് എവിക്ഷനിലുള്ള 6 പേരോടാണ്. അങ്ങനെ 6 പേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറിയായി. അനീഷിൻ്റെ ടീമിന് 5ാം സ്ഥാനമാണ് കൊടുത്തത്. ഒന്നും കളിക്കാത്ത ഷാനവാസിനും അതേപോലെ തന്നെ നവീനും 2ാം സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് യോഗ്യതയാണ് ഞങ്ങൾക്കും 5ാം സ്ഥാനം തന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശൈത്യയും അനീഷൊക്കെ ഭയങ്കര വിഷമിച്ച് ശൈത്യ കരയുന്നുണ്ട്. നൂറയ്ക്കുമൊക്കെ നല്ല വിഷമമായിട്ടുണ്ട്. ആദിലത് ശാരികയോട് ചോദിക്കുകയും ചെയ്തു. ശാരികയാണ് ആദ്യം തുടങ്ങിയത്. 1ാം സ്ഥാനം അനുമോൾക്കും അതേപോലെ തന്നെ അക്ബറിനും കൊടുക്കണം, 2ാം സ്ഥാനം നവീനും ഷാനവാസിനും കൊടുക്കണം, 3ാം സ്ഥാനം കൊടുക്കേണ്ടത് 3ാം സ്ഥാനക്കാർ ജിസേലും ആര്യനുമായിരുന്നു. 4ാം സ്ഥാനക്കാരനായി എത്തിയിരുന്നത് നമ്മുടെ ശരത്തും ബിന്നിയുമായിരുന്നു. അവർക്കും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും അനീഷിനെ ഒറ്റപ്പെടുത്തുകയാണ്. നിങ്ങൾക്കും തോന്നിയോ? ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ അനീഷിനോടും അതേപോലെ തന്നെ അനീഷിൻ്റെ ടീമിനോടും ബിഗ് ബോസ് കുടുംബങ്ങൾ കാണിച്ചത് ചതിയാണോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക.